ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ട് അതിനെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സംസ്ഥാന ഗവൺമെന്റിനെതിരെ മലയോര കർഷക മേഖലയിലെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ്. ഭാഗമായി പഞ്ചായത്തുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏതാണ്ട് 5600 കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി ചെയ്തതാണ്. ഇക്കഴിഞ്ഞ 1 മാസമായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് എന്നുള്ള നിലയിൽ വനമേഖലയിൽ 2-3 ടീം ചേർന്ന് ഒരു സമഗ്രമായ സന്ദർശനം നടത്തി ആവശ്യമാണെങ്കിൽ വന്യജീവി കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവരെ വെടിവെക്കാൻ ഉള്ള ഒരു ഡ്രൈവ് സംസ്ഥാന വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ ഡിവിഷനിൽ മാത്രം 42 പന്നികളെ ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര വനനിയമവും സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അധികാരങ്ങൾ പരിമിതമാണെങ്കിലും ആ പരിമിതികൾക്ക് നിന്നുകൊണ്ട് വന്യമൃഗങ്ങളെ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന വന്യജീവികളെ വെടിവെക്കാനും പിടികൂടാനുമുള്ള ജാഗ്രതയോടുകൂടിയ സമീപനം സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. നിലപാടുകളാണ് വനം വകുപ്പ് പ്രവർത്തന പരിപാടികളാണ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനുള്ള ചെലവിന് ഉണ്ട്, ആ ചിലവിനുള്ള പണം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നില്ല എന്നാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? നേരത്തെയുള്ള സംഖ്യയിൽ നിന്നും അത് വർദ്ധിപ്പിച്ചത് പോരാന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. നേരത്തെ 1000 രൂപയും 1500 രൂപയായിരുന്നു രണ്ടിനങ്ങളിലായി. ഒന്ന് വെടിവെച്ച് കൊല്ലുന്നതിനുള്ള പ്രതിഫലവും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ചെലവുമാണ് അങ്ങനെ കണക്കാക്കിയത്. അത് പോരാ എന്ന് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് 2000-ഉം 3500-ഉമായി വർദ്ധിപ്പിക്കുന്ന ഉത്തരവാണ് സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. അതിനുള്ള പണം പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ചെലവാക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട്. അപ്പോൾ പഞ്ചായത്തുകൾ ആ അധികാരം വിനിയോഗിക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകൾക്ക് ലഭിച്ച ഈ അധികാരം സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അതൊക്കെ പ്രാദേശിക ഭരണകൂടം